കൊല്ലത്തേക്ക് പോകാം. കള്ളക്കടൽ പ്രതിഭാസത്തിൽ കൊല്ലം തീരമേഖലയിലും കടലാക്രമണം ശക്തമാണ്. കൊല്ലം നഗരത്തിലെ മുണ്ടയ്ക്കൽ, വെടിക്കുന്ന്, ഇരവിപുരം, കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് ഭാഗങ്ങളിലൊക്കെ കടൽക്ഷോഭം രൂക്ഷമാണ്. ഇന്നലെ വൈകുന്നേരം മുതലാണ് തിരമാലകൾക്ക് കരുത്തു കൂടിയത്. മുണ്ടയ്ക്കൽ, വെടിക്കുന്ന് ഭാഗത്തെ പ്രദേശവാസികൾ ഭീതിയിലുമാണ്. തിരമാലയടിച്ച് തകരാൻ സാധ്യതയുള്ള വീടുകളിൽ നിന്നൊക്കെ പലരും മാറിക്കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് കടലെടുത്ത വീടുകളുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ദിലീപ് ദേവസ്യ, കഴിഞ്ഞ തവണ കടൽക്ഷോഭമുണ്ടായപ്പോൾ അല്ലെങ്കിൽ കള്ളക്കടൽ ഇങ്ങ് കയറി വന്നപ്പോൾ നഷ്ടമുണ്ടായ പലരുമുണ്ട്. അവർക്കിടയിലേക്ക് നമ്മൾ വീണ്ടും എത്തുമ്പോൾ ഈ കള്ളക്കടൽ തങ്ങളെ പൂർണ്ണമായും ഒരു പരിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണോ അവർ പറയുന്നത്? അവിടുത്തെ കാഴ്ച എങ്ങനെ? സുജിയ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ 2 ആഴ്ച മുൻപൊക്കെ ഒരു വീടുണ്ടായിരുന്നു. നമ്മൾ ഈ വീട്ടിൽ നിന്ന് അപകടാവസ്ഥയിലായിരുന്നു എന്നുള്ള ലൈവ് അടക്കം ചെയ്ത ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നോക്കി എൻ്റെ പിന്നിൽ കാണുന്ന ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ കടലെടുത്ത നിലയിലായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ഇവിടെ രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസം ഇന്നലെ മുതൽ ശക്തമായതിനെ തുടർന്ന് ഇവിടേക്കെല്ലാം തന്നെ വീണ്ടും ഇവരുടെ സമാധാനം കെടുത്തിയിരിക്കുകയാണ്. പലർക്കും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. മറ്റൊരു ഭീതിയുള്ളത്, ഒരു വീട് എടുത്തു പോകുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ മാനസികാവസ്ഥ നമുക്കറിയാം. ചേച്ചിയുടെ വീട് ഇതിന് തൊട്ട് പുറകിലുള്ള എങ്ങനെയാ? ഉറക്കമൊക്കെ സമാധാനം? ഉറക്കമില്ല. 1 മണി 2 മണിക്കൊക്കെ ഉറക്കമില്ലാതെ ഉണർന്നും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. എവിടെ പോവും? ഒരു ഗത്യന്തരവുമില്ല. ഇവിടുന്ന് ഓടിപ്പോയാൽ ആറ്റിൽ ചെന്ന് വീഴും, ആ ചെളിവെള്ളത്തിൽ ചെന്ന് വീഴും. പിന്നെ എങ്ങോട്ടോടാ? അധികാരികളുടെ അടുത്തൊക്കെ ഇപ്പൊ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് സ്ഥാനാർത്ഥികൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരത്തെ കുറിച്ച് അവർ പറഞ്ഞായിരുന്നോ? അവർ മുട്ടിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ പോയവർക്ക് വീടിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നുമില്ല. അവരെല്ലാം കടത്തിണ്ണയിലും പല റോഡിലും ആട്ടോയിലും ഒക്കെ കിടന്നുറങ്ങുന്ന. അല്ലാതെ അവർക്ക് എങ്ങും ഇവിടെ കിടക്കുന്നവർക്ക് ആർക്കും എങ്ങും പോവാൻ സ്ഥലമില്ല. എത്രത്തോളം വീടുകൾ പോയി കാണും ചേട്ടാ കടലെടുത്ത്? മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങളെ വീട്. ഇവിടെ തീരദേശത്ത് ഇവിടെ ഇലക്ഷന്റെ മുമ്പേ വന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വീതം അനുവദിച്ച് കിടക്കണം. ആ കാശ് ഇതുവരെ ഇതൊക്കെ കൊടുത്തിട്ടില്ല. ഈ കടല് പകല് കയറിയോണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അല്ല ആൾക്കാരൊക്കെ ഒരുപാട് മരിച്ചേനെ. പകലായോണ്ട് എല്ലാവരും ഇപ്പൊ കിടപ്പാടം പോലെ ഇല്ലാതെ ഒരേ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരെ. നമ്മൾ ഈ കാര്യം ഇവിടുത്തെ സ്ഥലം MLA നൗഷാദിനോടും അതുപോലെ MP യോടൊക്കെ പറഞ്ഞത് അവര് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ തിരിഞ്ഞു അന്വേഷിക്കാൻ വന്നിട്ട് പോലും ഇല്ല. അവര് ആര് മുകേഷ് പോലും ഇവിടെ വന്നിട്ടില്ല. നോക്കിയിട്ടില്ല. അയാൾ പറയുന്ന കടല് വരും, തിരിച്ചിറങ്ങും, തിരിച്ചു പോകുന്നൊക്കെയാണ് അങ്ങനെ പറയുന്ന ഡയലോഗ്. ഇപ്പോഴെങ്ങും ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പണ്ടില്ലാത്തോണ്ട് എങ്ങനെ പോകാൻ? നിങ്ങൾ ചേച്ചിയുടെ വീട് ഈ കാശ് തന്നിട്ട് പുറത്തു പോകാനുള്ള ആളുടെ ലിസ്റ്റിൽ പെട്ടതാണോ? കാശ് തന്ന് പുറത്തു പോകാനുള്ള ലിസ്റ്റ്? അല്ല. അത് ഞങ്ങൾക്ക് നിങ്ങൾ എഴുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇപ്പം ഒന്നും പുതിയതായിട്ടൊന്നും എടുക്കുന്നില്ല, അവിടെ കൈനാവി പണമില്ലെന്ന്. അന്നേരം പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ എവിടെ പോകും? അന്നേരം പറഞ്ഞ അവിടെ അങ്ങണ്ട അവർ മണ്ഡപം ഉണ്ടാക്കിയിട്ടേക്കുന്നു. എല്ലാവരും മണ്ഡപത്തിൽ പോവാൻ. ഈ കൊച്ചു ചെറുപ്പക്കാർ പെൺപിള്ളേരെയും കൊണ്ട് എങ്ങനെ പോകും? അവിടെ അടക്കോ ഒതുക്കോ ഇല്ലാത്തൊരു ഹാളിനകത്ത് പോയി ചെറുപ്പക്കാരാമ്പിളും ചെറുപ്പക്കാർ പെണ്ണുങ്ങളും കൊച്ചു പിള്ളേരെയും കൊണ്ട് എങ്ങനെ പോയി തഞ്ചപാട്ട് കിടന്നുറങ്ങും? തള്ളമാർക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ ഈ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഈ കടലിൽ? ഇല്ല, പറ്റുന്നില്ല. സുജിയ, ഈ ഇത്രയും സ്ഥലങ്ങൾ നേരത്തെ തന്നെ സർക്കാർ പണം നൽകാം പറഞ്ഞ് വെച്ച സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിന് തൊട്ടുപുറകിൽ കാണുന്ന ഈ വീടാണ് ചേച്ചിയുടേത്. പക്ഷേ ഈ വീട്ടിൽ ഉള്ളവർക്ക് കാശൊന്നും നൽകുന്നില്ല. അത് ഇവരുടെ അപകട മേഖലയിൽ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ കള്ളക്കടൽ പ്രതിഭാസം തുടരുകയാണെങ്കിൽ ഈ വീട് ഇനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കടലെടുക്കും. പിന്നീട് അപകട ഭീഷണി ആ വീടുകളിലേക്ക് ഉയരുന്നുണ്ട്. ഇതിപ്പോൾ കാണുന്ന നല്ലൊരു ടെറസ് ഇട്ട നല്ലൊരു കോൺക്രീറ്റ് ചെയ്ത ഒരു വീടാണ്. ഈ വീടിൻ്റെ അവസ്ഥ കാണാം. ഈ വീടിൻ്റെ തറ മുഴുവൻ തന്നെ കടലെടുത്തിരിക്കുകയാണ്. എല്ലാം തന്നെ കടലെടുത്ത് ഇവിടെ ആളുകൾ ഒഴിഞ്ഞ് പോയിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ആളുകളെല്ലാം തന്നെ മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ഈ പ്രദേശത്തുള്ള ഈ തീരദേശ മേഖലയിലുള്ള പല വീടുകളുടെ ആളുകളും തന്നെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. മറ്റു ഈ കുട്ടികൾക്ക് സ്കൂൾ പൂട്ടിയത് കൊണ്ട് ഒരു ഉപകാരമാണെന്നാണ്, എളുപ്പമായി എന്നാണ്. പക്ഷേ സ്കൂളൊക്കെ തുറക്കുകയാണെങ്കിൽ തങ്ങൾക്ക് വീണ്ടും ഈ നാട്ടിലേക്ക് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനു മുൻപേ ഒരു പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഒരു പുലിമുട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ള ശാശ്വത പരിഹാരം നിർമ്മാണം, അതും ശാസ്ത്രീയമായ ഒരു കടൽഭിത്തി നിർമ്മാണമാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്നല്ല. കടൽ കലുതുള്ളി വരുമ്പോഴൊക്കെ അവർക്ക് ഒരു ആശങ്ക അകലണമെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ നടപ്പാക്കേണ്ടത്. ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ദിലീപ് ദേവസ്യാണ് കൊല്ലത്ത് നിന്ന് കടലോരത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസം കൂടിയായി മാറുന്ന ഒരു കാഴ്ച പങ്കുവച്ചത്. തിരുവനന്തപുരത്തെയും ഒപ്പം കൊല്ലത്തെയും കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. തെക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ കള്ളക്കടൽ ആളുകളെ
ബോധ്യം.